നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇതൊക്കെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ എന്നേ ഉള്ളൂ. നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നമുക്ക് തെളിവുകൾ വേണ്ടേ സാർ? ഈ ബ്ലഡ് സ്റ്റെയിൻസും മറ്റു തെളിവുകളും പിന്നീട് എപ്പോഴെങ്കിലും വന്നാൽ കിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായില്ലേ? ആ, കഷ്ടപ്പെട്ട ആ ഫയല് കൈക്കലാക്കിയതും ഇക്കണ്ട ത്യാഗം മുഴുവൻ സഹിച്ചതും വെറുതെ ആയിപ്പോയി അല്ലേ സാറേ? പക്ഷേ ഈ ദിയ അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ആ വിവേകിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ അവനെ വിശ്വസിച്ച ആ ഫയൽ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷെ അവൻ ആ ഫയല് നന്ദിതയുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിച്ചു. അതവൻ നമ്മളോട് ചെയ്ത കൊടും ചതിയ. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ. ആ ഫയല് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണോ ആ ലക്ഷ്യം അവൻ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അല്ല സർ. അവൻ നന്ദിതയ്ക്ക് ഫേവറബിൾ ആയിട്ടാ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അവൻ എങ്ങനെയെങ്കിലും ഒതുക്കണം. ഞാൻ ആരാണെന്നും എന്നോട് കളിച്ച എന്തായിരിക്കും ഫലമെന്നും അവൻ അറിയണം സർ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സംഭവം സത്യമാണെങ്കിൽ അവനെ ഇനി താനായിട്ട് ഒതുക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. സാർ എന്തേ പറഞ്ഞു വരുന്നേ? ഇതൊരു വൻ കഥയാണല്ലോ. എന്നിട്ട് ബാക്കി പറ. അതൊരു ആന മണ്ടത്തരമായി പോയി. അവളെ പിടിച്ചകത്തിട്ട് ജാമ്യം കിട്ടാത്ത ഏതെങ്കിലും 1-2 കേസെടുത്ത് തലയെ കെട്ടിവെച്ച് റിമാൻഡ് ചെയ്യാൻ കിട്ടിയ നല്ലൊരു അവസരം സാറ് നശിപ്പിച്ചു കളഞ്ഞത്. പക്ഷെ പോലീസിന്റെ അറിവോ സമ്മതമോ കൂടാതെ ഈ സ്ഥലം വിട്ടുപോകാൻ പാടില്ലെന്ന് ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം? മുങ്ങിയേ പറ്റൂന്നുള്ള സിറ്റുവേഷൻ വന്നാ അവർക്ക് ഈസി ആയിട്ട് മുങ്ങാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ മുങ്ങാതെ നോക്കാൻ പോലീസിന് അറിയാം. മാത്രമല്ല അവരെ അങ്ങനെ വെറുതെ പിടിച്ചങ്ങ് അകത്തിടാൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പരാതിക്കാരൻ വേണം. മാത്രമല്ല ഒരു മകളെ രക്ഷിക്കാൻ അമ്മ നടത്തിയ ധീരകൃത്യം എന്ന നിലയിൽ കോടതി പ്രശംസിച്ച് അവരെ വെറുതെ വിടും. ഇതൊക്കെ അവരുടെ വേറെ നാടകമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. അതാണ് ഞാൻ അവരെ അധികം സ്റ്റേഷനിൽ നിർത്താതെ പറഞ്ഞു വിട്ടത്. അവര് സ്റ്റേഷനിൽ വന്നു എന്നുള്ളതിനും അങ്ങനെ ഒരു മൊഴി തന്നു എന്നുള്ളതിനും യാതൊരു തെളിവുമില്ല. കുത്താൻ ഉപയോഗിച്ച സാധനമെന്നും പറഞ്ഞ് അവര് കൊണ്ടുവന്ന കത്തി മാത്രം പിടിച്ച് അകത്തു വെച്ചു. നന്ദിത പറഞ്ഞ സത്യമാണോന്നറിയാൻ ആ വിവേകിനെ ഒന്ന് അന്വേഷിച്ചു പൊക്കിയെടുത്താ പോരെ? എനിക്ക് അവനെ കൈ കിട്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അവനെ പലതവണ മൊബൈലിൽ ട്രൈ ചെയ്തു. അവൻ പോകാൻ സാധ്യതയുള്ള 2-3 ഇടങ്ങളിൽ അന്വേഷിച്ചു. പക്ഷെ യാതൊരു വിവരവുമില്ല. അപ്പോ നന്ദിത പറഞ്ഞല്ല സത്യമാവാൻ സാധ്യതയുണ്ടോ? എന്റെ ഒരു പ്രാഥമിക നിഗമനത്തിൽ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം, സാറ് ബെസ്റ്റ് കക്ഷിയാ. അങ്ങനെ ഒരു നിഗമനം വെച്ചോണ്ടാണോ അവളെ ഇറക്കി വിട്ടത്? ഇറക്കി വിട്ട കേസൊക്കെ വിട്. വിത്തിൻ നോ ടൈം ആളെ കസ്റ്റഡി തിരിച്ചെടുക്കാം. പക്ഷേ അതിന് വിവേകിനെ അന്വേഷിച്ച് കണ്ടെത്തണം. ഇനി അവൻ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ആ ബോഡി കണ്ടുപിടിക്കണം. പക്ഷെ ഒരു പരാതി കിട്ടിയിരുന്നെങ്കിൽ ഒഫീഷ്യലായിട്ട് അന്വേഷിക്കായിരുന്നു. അതിന് പറ്റിയ ആള് പ്രിൻസാ. ഞാൻ പ്രിൻസുമായിട്ടൊന്ന് സംസാരിക്കട്ടെ.
എത്രയും പെട്ടെന്ന് പരാതിക്കുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കംപ്ലൈന്റ് കൊടുക്കാൻ വന്നാണല്ലേ? അതെ. ദിയെ പറഞ്ഞിരുന്നു ഒരു കേസ് എടുക്കണമെങ്കിൽ ആരുടെയെങ്കിലും പരാതി ആവശ്യമായിരുന്നു. കംപ്ലൈന്റിന്റെ റെസിപ്റ്റ് കിട്ടില്ലേ? കിട്ടി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലൈന്റാ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽസ്? വിവേകിനെ കാണാനില്ല എന്നതാണ് ഒരു കാര്യം. ഈ വിവേക് എന്ന ആള് കോടീശ്വരനായ ചാണ്ടി എന്ന ബിസിനസ്സുകാരന്റെ ബന്ധുവാണ്. ഓ, അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നോ? ഈ വിവേകിനെ ഞാൻ ഒരിക്കൽ കാണാൻ ഇടവന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടും. ഈ ബിസിനസ്സുകാരനായ ചാണ്ടി എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. ഓഹോ. ചാണ്ടി ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അതെനിക്കറിയാം. അല്പം പ്രമാദമായൊരു കേസാണത്. അതിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. SP രാജേന്ദ്രനാണെന്ന് തോന്നുന്നു അതിന്റെ അന്വേഷണ ചുമതല. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ചാണ്ടിയുടെ ബന്ധുവായ വിവേകിനെ കാണാതായിരിക്കുന്നത്. അതിലൊരു ദുരൂഹതയുണ്ടല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ രണ്ട് സംഭവങ്ങളും തമ്മില് കണക്ഷൻസ് ഉണ്ടെന്നാണ് എന്റെ ഒരു നിലപാട്. സംശയിക്കുന്ന ആളുകളുടെ പേരും മേൽവിലാസവും അടക്കം ഞാൻ കംപ്ലൈന്റിൽ ചേർത്തിട്ടുണ്ട്. അത് നന്നായി. ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമായി. ഈ കേസ് കാര്യമായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഒറ്റ രക്ഷപ്പെടരുത്. ആ രീതിയിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് വേണ്ടത്. ആ കാര്യങ്ങളൊക്കെ പോലീസ് നോക്കിക്കോളും. ധൈര്യമായിട്ട് വെക്ക്. സാറേ, എപ്പോഴാ നമ്മൾ വിശദമായിട്ടൊന്ന് കാണുന്നത്? അതെപ്പോഴായാലും കാണാലോ. കാണണം. കണ്ടിരിക്കും. ശരി, ഞാൻ കംപ്ലൈന്റ് ഒന്ന് പഠിക്കട്ടെ. ഏതൊരു കൂടിക്കാഴ്ചയ്ക്കും സന്ദർഭത്തിനും വിഷയത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പശ്ചാത്തലം വേണം. നോക്ക്, എന്ത് മനോഹരമായ സ്ഥലം. നന്ദനോടൊപ്പം അല്പസമയം സല്ലപിച്ചു നിൽക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലം വേറെ എവിടെ കാണും? ഇത് സംസാരിക്കാനാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇതിനും കൂടെ വേണ്ടിട്ടാ. നമ്മൾ തമ്മില് ലേശം സന്തോഷം പങ്കുവെക്കുന്നതിൽ എന്താ ഇപ്പൊ ഇത്ര വലിയ കുഴപ്പം? നീ എന്റെ സമയം മെനക്കെടുത്താൻ തന്നെ ഒരുങ്ങി ഇറങ്ങിയിരിക്കല്ലേ. ഇനി മേലിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് മതി. നന്ദ, നിക്ക് നന്ദ, പോവല്ലേ, ഞാൻ പറയട്ടെ. വേണ്ട, നിനക്ക് കാര്യമായിട്ടുള്ള ഒന്നും പറയാനില്ല. ഉണ്ട്. ഇവിടം വരെ വന്നിട്ട് അത് കേൾക്കാതെ പോയാൽ എങ്ങനെയാ? എന്നാ പറഞ്ഞു തൊലയ്ക്ക്. എനിക്ക് പറയാനുള്ള വിഷയം വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞത്. ശരി, പറയല്ല, ആദ്യം ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എങ്കിൽ ചോദിക്ക്. ശരണ്യ ഇപ്പൊ എവിടെയുള്ളത്? പറ. നിനക്കതറിയാമെങ്കിൽ എന്നോട് പറ, അവൾ എവിടെ ഉണ്ടെന്ന്. എനിക്കറിയാമെങ്കിൽ ഞാനത് നന്ദനോട് ചോദിക്കുവോ? എനിക്കറിയാഞ്ഞിട്ടാ ഞാൻ നിന്നോട് ചോദിച്ചത്. ശരണ്യയുടെ ഭർത്താവാണ് നന്ദനെന്നാണല്ലോ കരുതപ്പെടുന്നത്. ഭർത്താവിന്റെയും വീട്ടുകാരുടെ അറിവിൽപ്പെടാതെ ഭാര്യ ഒളിച്ചോടിയെന്ന് പറഞ്ഞ അതിലൊരു പൊരുത്തക്കേടില്ലേ? അവള് മിസ്സിംഗ് ആണെന്നുള്ള വിവരം തനിക്കും അറിയുന്നല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ ആ മിസ്സിംഗ് അന്വേഷിക്കാത്തത്? കണ്ടുപിടിക്കരുതെന്ന് തീരുമാനിച്ച് ഒരാൾ എവിടെയെങ്കിലും പതുങ്ങിയ പിന്നെ കണ്ടെത്താൻ വലിയ പാടാ. പുറത്തു വരണമെന്ന് സ്വയം തീരുമാനിക്കുന്നതുവരെ അവര് മറഞ്ഞിരിക്കും. പോലീസിന്റെ അന്വേഷണമാണെങ്കിൽ പാതി വഴി തന്നെ നിർത്തി. മകൾ എവിടെയുണ്ടെന്ന് തനിക്കറിയാന്ന് സ്വന്തം അമ്മ തന്നെ മൊഴി കൊടുത്തതാണ് കാരണം. വേണോന്നുണ്ടെങ്കിൽ നന്ദന് സ്വന്തം അമ്മായിയമ്മയോട് തന്നെ അത് ചോദിച്ചറിയാവുന്നതാണ്. ശരണ്യയുടെ അമ്മ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ ഇപ്പോഴും കാണാൻ അറിയത്തന്നെ ഉള്ളു.